എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മലപ്പുറത്ത് കുംഭമേള നടക്കുകയാണ്. ശരിക്കും വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കുംഭമേളയെ പറ്റിയിട്ട്. അതായത് കുംഭമേള നടത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ജലത്തിന് എന്തൊക്കെയോ സംഭവിക്കും, വൈറസ് ഉണ്ടാവും, ജലത്തിനുള്ളിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമുക്ക് തീർത്തും അങ്ങ് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. കാര്യം അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നു, സ്നാനം ചെയ്ത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജലത്തിനുള്ളിൽ അണുക്കളൊന്നും ഇല്ലാതിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുംഭമേള കഴിഞ്ഞ് പോയിക്കഴിഞ്ഞാലും ആ ഒരു ജലം മാലിന്യ വിമുക്തമാകില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ തന്നെ ചുമതലയാണ് ആ ഒരു കുംഭമേള കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ ഒരു നദിയെ വളരെയധികം മുക്തമാക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ജലം അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സർക്കാരിനൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അയ്യോ സർക്കാർ ആദ്യം അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞത്, കുംഭമേള നടത്തുന്നതിനെ കുറിച്ചിട്ട് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ജലം മാലിന്യപ്പെട്ടു പോവും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കമൻറ്റുകളൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവരോടത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ സർക്കാരിൻ്റെ മാത്രം പരിധിയിൽ വരുന്ന അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പിന്നീട് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ശബരിമല എന്ന് പറയുന്ന ആ ഒരു മഹാക്ഷേത്രത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ ഇരുന്ന അയ്യപ്പൻ്റെ കോണകം വരെ കട്ടുകൊണ്ടുപോയി. ആരുടെ സഹായത്തോടെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ച ഭരണാധികാരികളാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസെടുത്ത് നമ്മളെ ജയിലിൽ കൊണ്ടിടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വോട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഭരണതലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിൻ്റെ ഒന്നും ആവശ്യം പിന്നെ അവർക്കില്ല. അടുത്ത ഭരണം വരുന്നത് വരെ, അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കൊന്നും മിണ്ടിക്കൂടാ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അയ്യപ്പന് കോണകമില്ലെങ്കിൽ അയ്യപ്പൻ മങ്ങിണി കാണിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നീട് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഒരു ദിവസം വരുമാനമായിട്ട് വരുന്ന ക്ഷേത്രമാണ് ശബരിമല. ഇവിടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കേ ഉള്ളൂ കുറച്ചെങ്കിലും പൈസയൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടാനൊക്കെ മടിയുള്ളത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ ഭണ്ഡാരത്തിലൊക്കെ ഒരുപാട് സ്വർണങ്ങളൊക്കെ കൊണ്ടിടാറുണ്ട്. നേർച്ചയായിട്ട് സ്വർണങ്ങളും ഒക്കെ കൊണ്ടിടാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഗവൺമെൻറ്റിനാണ് വന്നു ചേരുന്നത്. സ്വാഭാവികം അല്ലേ? ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാകുമ്പോൾ അതെല്ലാം ഗവൺമെൻറ്റിന് തന്നെയാണ് വന്നു ചേരുന്നത്. പക്ഷേ അത് മേടിച്ചിട്ട് ഗവൺമെൻറ്റിന് ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയ്യപ്പ ഭക്തന്മാർ ഇത്രയധികം ജനങ്ങൾ തിങ്ങി വരുന്ന ക്ഷേത്രത്തിൽ ജനങ്ങളോട് നമ്മുടെ ഭരിക്കുന്ന സർക്കാരിന് ഒരു പ്രതിബദ്ധത ഉണ്ടാവണം. ഒന്നുമില്ലെങ്കിലും ഒത്തിരി ടോയ്ലറ്റ് കുറച്ചുണ്ട്. പക്ഷേ ആ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ആളുണ്ടോ? അയ്യപ്പ ഭക്തന്മാർ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ചെരുപ്പ് പോലും ഉപേക്ഷിച്ചാണ് അവർ നടന്നു പോകുന്നത്. ചെരുപ്പ് പോലും ഇടാറില്ല. ആ ഒരു നഗ്നപാദങ്ങളുമായിട്ടാണ് ആ ഒരു ടോയ്ലറ്റിലൊക്കെ കയറുന്നത്. ടോയ്ലറ്റിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ കാലത്തെ ബസ് സ്റ്റാൻഡിലെയൊക്കെ കക്കൂസിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചില മീഡിയാസുകളിലും അതേക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും മലയ്ക്ക് പോകുന്ന സ്വാമിമാരുണ്ട്. അപ്പോൾ ടോയ്ലറ്റിലൊന്നും കയറാൻ പറ്റില്ല, മൂക്കും കൊണ്ട് അത്രയേറെ നാറ്റമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ ടോയ്ലറ്റിൻ്റെ മുന്നിലും 1, 2, 3 ആളുകളെ ക്ലീൻ ചെയ്യാനായിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയാലും മതിയല്ലോ. അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ടോയ്ലറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ലോഷൻ ഉപയോഗിച്ചാൽ മതി. ലോഷൻ കലക്കി ഒഴിച്ചാൽ മതിയല്ലോ. ആ ഒരു സ്മെല്ലും സംഭവങ്ങളൊക്കെ അങ്ങ് പോവില്ലേ? അവർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ ആ ഒരു വിഷയം അങ്ങനെ. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു വെള്ളത്തിലെ മാലിന്യത്തെക്കുറിച്ചിട്ടാണ്. പമ്പാ നദിയിൽ ഈ അയ്യപ്പ ഭക്തരെല്ലാവരും ഇറങ്ങി മുങ്ങി കുളിച്ച് പോരുന്ന ആ ഒരു നദിയിലെ മാലിന്യങ്ങൾ, ആ ഒരു വെള്ളത്തിൻ്റെ കളറ്, ശരിക്കും ഇത്രയധികം പൈസ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടും ഈ ജലം മാലിന്യ വിമുക്തമാക്കാതെ ഇട്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഹോട്ട് സീറ്റ് ചാരികയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ചാരികയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്വാമിജി ഉണ്ടല്ലോ, നമ്മുടെ കൂടാത്രത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ ആ ഒരു സ്വാമിജിയും കൂടി അവിടെ പോയി അവിടെ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഭാഗം ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട്. അല്ലാണ്ട്
നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പലരും ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ പോയി കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയുന്നത് കൂടി നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾ കാണണം, ഇതാണ് ഇവിടുത്തെ വെള്ളം, ഇതിലാണ് ആൾക്കാർ കുളിക്കുന്നത്. പുറത്തുനിന്ന് പൈപ്പിലൂടെ വേറെ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ലാതെ തന്നെ ഈ പോകുന്ന മലിനമായിട്ടുള്ള ജലമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ കാണുന്ന വൃത്തിഹീനമായിട്ട് ക്ലീനിങ്, കൃത്യസമയത്ത് ക്ലീനിങ് അവരെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ശബരിമലയുടെ ഒരു പ്രിമൈസസിൽ വരുന്നത്. പക്ഷേ ഇത്രയും വൃത്തിഹീനമായ ഒരു കുളം നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഇല്ല. ഞാൻ പറയും, ഞാൻ പല അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് നേരിട്ട് കണ്ടറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എന്റെ ക്യാമറ പേഴ്സൺസുമായിട്ടും ആശാനുമായിട്ടും നമ്മുടെ കൂട്ടത്തിൽ മടാനുമതി വേണമല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ആശാൻ എന്തുവായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തോ ആശാൻ പറയുന്നത്? ഇത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ഇത് തടഞ്ഞു വെച്ച് ഇതിനകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അണുക്കളും കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. പോളിഫോം ബാക്ടീരിയ അതേപോലെയുള്ള വൃത്തി ഇതൊക്കെ ശരിക്കും തുറന്ന് ഇവിടെ ശുദ്ധി ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാവും. അയ്യോ, ശബരിമല എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ച സ്ഥലമാണോ? 10 പൈസ വൃത്തിയാക്കാനല്ല ആശാനെ. പൈസ ഇല്ലാഞ്ഞിട്ടാണ് പാളികൾ അടർത്തി കൊണ്ടുപോയിരിക്കുകയാണ്. പാളികൾ അടർത്തി അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല. അവരെങ്ങനെ ഏത് നാളുകളിലും കടത്തിക്കൊണ്ടുവന്ന് അറിയാനില്ല. പക്ഷേ ഈ കിടക്കുന്നുണ്ടോ? എത്ര രൂപ വേണം ഇതൊന്ന് വൃത്തിയാക്കാൻ? ഇവിടെ ആരുമില്ല. ഇതിന് മാരകമാണ് നിലയ്ക്കൽ, ഇതിന് മാരക അഴുക്കാണ് പമ്പയിൽ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് ആശാൻ ഇതൊക്കെ? ഇത് വളരെ മോശമാണ്. ഇത് ജനങ്ങൾ കാണണം. ഉദ്യോഗസ്ഥർ മേലിലുള്ള അതായത് കേന്ദ്രപരമായിട്ടുള്ള ആൾക്കാർ ഇത് കണ്ട് ഇതിനുള്ള നടപടി ഉണ്ടാകണം. ഉടൻ തന്നെ പമ്പയിലെ വെള്ളം നീരൊഴുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മലിനമായി തുടങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അഴുക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ അഴുക്ക് വെള്ളത്തിലാണ് വരുന്ന ഭക്തരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി ഓരോ ദിവസം കൂടുന്തോറും മഴ ലഭ്യത കുറവ് കൊണ്ട് വെള്ളങ്ങൾ വളരെ മലിനമായിക്കൊണ്ടിരിക്കും. അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ തിരക്കുകൾ വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാകണം. വരുന്നവരുടെ മുണ്ടുകളും സാധനങ്ങളും എല്ലാം ഈ പമ്പയാറ്റിലിട്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്യുക. എങ്കിൽ പമ്പ നന്നായിട്ട് മുന്നോട്ട് പോകും. വരുന്നവർക്ക് നല്ലൊരു സ്നാനത്തിനും ഒരു സുഖകരമായിട്ടുള്ള അവർ കുളിച്ച് തൊടുകാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇപ്പൊ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അഴുക്കിൽ കുളിച്ചാണ് കയറേണ്ട അവസ്ഥ. അതിനെക്കുറിച്ച് എന്താ പറയുക? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ ദൈവം ശബരിമല ശ്രീ സ്വാമി ശരണം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പമ്പയിൽ എത്താൻ സാധിച്ചു. ആ പമ്പയിൽ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച പമ്പാ നദീതരം എന്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് മൊത്തം അടിവസ്ത്രങ്ങൾ ഒഴുകി നടക്കുന്ന പമ്പയാണ്. അടിവസ്ത്രങ്ങളും അവർ ഉപയോഗിച്ച തുണികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അത്യാവശ്യം ഈ കാടുകളുടെ സൈഡിൽ നീക്കം ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ മലിനജലം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നീരൊഴുക്ക് കുറയുന്ന സമയമാണ്, വേനലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ജനുവരി പ്രത്യേകിച്ച് മകരമാസത്തിൽ ഈ മകര സംക്രമണ ദിവസം അടുക്കുമ്പോൾ അഭൂതപൂർവമായ തിരക്കുകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഉച്ചയോട് അടുത്തപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത ശരിക്കും കാണാം. ക്യാമറ ഒന്ന് അതിലേക്ക് വെച്ച് നോക്കും. ഈ പമ്പയുടെ നിറങ്ങൾ കണ്ടോ? ഇങ്ങനെയാണ് ഒരു തെളിഞ്ഞ പമ്പ കാണേണ്ടത്. സത്യത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് കുളിച്ചു തൊടുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ പല നാടുകളിൽ നിന്ന് വന്ന് കുളിച്ചു തൊടുന്നു. അവർക്കൊക്കെ എത്ര തരം രോഗങ്ങൾ പിടിക്കും. ഇതെല്ലാം വായുവിലൂടെയും എന്താ പറയുക മൂക്കിലൂടെ ഒക്കെ കയറി അനവധി രോഗങ്ങൾ അടുത്ത വർഷം ഈ പറയുന്ന ശബരിമല ദർശനത്തിൽ സാധ്യമാകുമെന്ന് നമ്മൾ സംശയിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ചുറ്റി നടന്നപ്പോൾ പമ്പാകണത്തിൽ ചുറ്റും ഞങ്ങൾ നടന്ന വീക്ഷണം നടത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് മലിനജലം. അതായത് എനിക്ക് തോന്നുന്നില്ല എറണാകുളത്തെ ഓടയിലെ മാലിന്യങ്ങൾക്ക് പോലും ഇത്രയും വൃത്തികെട്ട മണവും ഇത്രയും വൃത്തികെട്ട കളറും ഉണ്ടാവും എനിക്ക് അറിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് അവിടെ ഭക്തജനങ്ങൾ നടക്കുന്ന നടവഴിയിലൂടെയാണ് ഓട മാലിന്യവും അഴുക്ക് വെള്ളവും വരുന്നത്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും കുമിഞ്ഞുകൂടുന്ന അമ്പലം. ആ അമ്പലത്തിന്റെ ഭക്തജനങ്ങൾക്ക് വേറെ ആർക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട. പക്ഷേ ഭക്തജനങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേ? അതുപോലും ചെയ്യാതെ സ്വർണ്ണക്കടത്തും സ്വർണ്ണ ഉരുപ്പടികളും കടത്താൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ ഒരു അംശം, ഇവിടെ വരുന്ന വരുമാനത്തിന്റെ ഒരു അംശം, 1% എടുത്ത് ഇവിടുന്ന് ഭക്തജനങ്ങൾക്കും ഈ അയ്യന്റെ ഈ സന്നിധാനം ഒന്ന് നന്നാക്കാൻ സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചൂടെ? ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ ഇവിടെ. എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനുവേണ്ടി ആരും തുനിഞ്ഞിറങ്ങുന്നില്ല? എത്രയോ മണ്ഡലകാലങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോഴും ഒന്നും സംഭവിക്കാത്ത മണ്ഡലകാലം കടന്നുപോയി. എന്നിട്ടും ഇനി എന്നാണ് ആശാന ഇവർ ഇതൊക്കെ പഠിക്കുന്നത്? ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെയോ ഇനി അടുത്ത വരുന്ന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് കൊടുത്തിരുന്ന ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഫണ്ട് വരും. അതാണ് ഞാൻ പറയാനുള്ളത്. നമ്മളിവിടെ വന്നത് ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരുടെ മോശം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സർക്കാരിന് വേണ്ടത് പണം മാത്രമാണ്. ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയുമ്പോഴും ജനങ്ങളെ ഏത് തരത്തിലാണ് സേവിക്കുന്നത്? അവിടെ വന്ന് മുങ്ങി നിവർന്ന് മല കയറുന്ന അയ്യപ്പ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, അതുപോലെ തന്നെ തീരെ പിഞ്ച് കുഞ്ഞുങ്ങളും ഉണ്ടാവും. അവരെല്ലാവരും ഈ നദിയിൽ സ്നാനം ചെയ്ത് അല്ലെങ്കിൽ ആ നദിയിലെ ജലം കോരി ദേഹത്തൂടെ ഒഴിച്ച് ശരീരം നനച്ചതിന് ശേഷം മാത്രമേ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഇത്രയും മാലിന്യമായ ജലത്തിൽ മുങ്ങി നിവർന്ന് കയറി പോകുന്ന സ്വാമിമാർക്ക് രോഗം വന്നാൽ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ലേ? നിങ്ങൾക്കൊക്കെ കുംഭമേള നടക്കുന്ന സമയത്ത് ആ നദിയിലെ ജലത്തിൽ മാലിന്യങ്ങൾ വന്നാലാണ് എല്ലാവർക്കും പ്രശ്നം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇവിടെ അവിടെയുള്ള മലപ്പുറത്തുള്ള ആളുകളെയല്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ ഒന്നും കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം അവരും മനുഷ്യരാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഷിംജിത എന്ന് പറയുന്ന ആ ഒരു വഞ്ചകി ചെയ്ത ആ ഒരു പ്രശ്നത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെതാണ്. അച്ഛനും അമ്മയ്ക്കും അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ ആ ഒരു വിഷയത്തിൽ പോലും ഒട്ടനവധി ഹിന്ദുക്കളായിട്ടുള്ള ഫെമിനിസ്റ്റുകളാണ് ഇവൾക്ക് സപ്പോർട്ട് പാടിയത്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഒരുപാട് അതിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്. എന്നാൽ ചോദിക്കും, മറ്റുള്ള ആളുകൾ രൂക്ഷ വിമർശനവുമായിട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. വന്നിട്ടുണ്ടായിരുന്നു, പല ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു പ്രസക്തിയില്ല. നേര് എവിടെ, നെറി എവിടെ, അതിനാണ് 100% പ്രസക്തിയായിട്ടുള്ളത്. പക്ഷെ ഇവിടെ പല ആളുകളും കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.